അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇതര ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പടച്ചിട്ടുള്ളത്. മനുഷ്യരൊഴികെയുള്ള എല്ലാ ജീവികൾക്കും ജനിച്ച് മരിക്കുന്നതുവരേക്കും ആവശ്യമായ എല്ലാ വിവരങ്ങളും ജന്മസിദ്ധമായി തന്നെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആവശ്യമാകുന്ന ഘട്ടത്തിൽ അത് അവർക്ക് പ്രയോഗിക്കാനും പറ്റും. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തിറങ്ങിയാൽ തള്ളക്കോഴിയുടെ കൂടെ നടന്ന് ആഹാരശകലങ്ങളെ കൊത്തിത്തിന്നുകയാണ് ജനിച്ചു വീണ ഉടനെ. എവിടുന്നായിരിക്കും ഈ വിവരം കിട്ടിയത്? ആഹാരം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ചെറിയ കോഴിക്കുഞ്ഞിനറിയാം. നമ്മളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വായിലേക്ക് കൈ കൊണ്ടുപോകാൻ തുടങ്ങിയാൽ എത്ര കഴിഞ്ഞിട്ടാ? കൈ പൊക്കാൻ തുടങ്ങിയത് എത്ര മാസങ്ങൾക്ക് ശേഷം? അത് നേരെ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂക്കിലേക്കും കണ്ണിലേക്കും ഒക്കെയാണ് നമ്മൾ ആദ്യം കൈ പോവുക. നമ്മുടെ രീതിയിലല്ല മനുഷ്യരല്ലാത്ത ജീവികളല്ല പടച്ചത്. ഇനി അതിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രായപൂർത്തിയെത്തിയാൽ ഇണ ചേരേണ്ടത് എങ്ങനെയാണ്, മുട്ടയിടേണ്ടത് എങ്ങനെയാണ്, അടയിരിക്കേണ്ടത് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ പോറ്റേണ്ടത് എങ്ങനെയാണ്, എല്ലാ ജീവികൾക്കും അറിയാം. കൂടുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. ജന്മവാസന എന്ന നിലക്ക് തന്നെ അവർക്കൊക്കെ ആവശ്യമുള്ള അറിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മനുഷ്യരല്ലാത്ത ഒരു ജീവിയും ക്യാമ്പസുകളിൽ കാണാറില്ല, പഠിക്കാൻ വേണ്ടി വരാറില്ല, പത്രം വായിക്കാറില്ല, മദ്രസയിൽ അവരെ ചേർക്കാറില്ല, വയലിന്റെ മജ്‌ലിസിൽ കോഴികളും ആടുകളും ആനകളൊന്നും വന്നിരിക്കാറില്ല. എന്തുകൊണ്ട്? അവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അത് അല്ലാഹു തആല ജനിക്കുമ്പം തന്നെ ജീവിക്കാൻ ആവശ്യമായ അറിവ് അല്ലാഹു അവർക്ക് ജന്മസിദ്ധമായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യരായ നാം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉമ്മമാരെ വയറ്റിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് ഇറക്കിയത് ലാ തഅലമൂന ശൈആ, ഒരു വിവരവും നിങ്ങൾക്ക് ഇല്ലാത്ത വിധത്തിലാണ്. കോഴിക്കുഞ്ഞ് എഴുന്നേറ്റതുപോലെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റൂല, ആഹാരം കഴിക്കാൻ പറ്റൂല. ആട്ടുംകുഞ്ഞ് ജനിച്ച ഉടനെ എഴുന്നേറ്റിട്ട് തള്ളയാടിന്റെ അകട്ടിൽ പോയി മുല കുടിക്കുന്നുണ്ട്. നമുക്ക് പറ്റൂല. ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ആകെ അള്ളാഹു തന്നൊരു വിവരം എന്താ? കരയാനറിയാം. അതുകൊണ്ട് ജനിച്ചപ്പം അട്ടഹസിച്ച് നിലവിളിച്ച് കരഞ്ഞു. ആ കരച്ചിലും കൂടി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വേദനകളും സങ്കടങ്ങളും വിശപ്പും ദാഹവും ഉമ്മയെ വിളിച്ചറിയിക്കാൻ നമുക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ ജന്മനാൽ അറിവ് ലഭിക്കാതെ ജനിച്ച മനുഷ്യൻ അവനിനി എന്തു വേണം? പഠിച്ചെടുക്കണം. മറ്റു ജീവികളെ പോലെയല്ല, പഠനം ആവശ്യമുള്ള ഒരു ജീവി അത് മനുഷ്യനാണ്. ആ പഠനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരുപാട് വാതായനങ്ങൾ, കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അവന് ചിന്താശേഷിയും അന്വേഷണ ത്വരയും എഴുതാനും വായിക്കാനും ഒക്കെയുള്ള മാർഗങ്ങൾ അല്ലാഹു തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി ചിന്തിച്ച് ആലോചിച്ച് പുതിയ അറിവുകളിൽ ലോകം കീഴടക്കി അത് അടുത്ത തലമുറക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു വേണം മനുഷ്യർ ജീവിച്ച് ഈ ഭൂമിയോട് വിട പറയാൻ. അങ്ങനെ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമായി പുരോഗമനാത്മകമായ
ഐഹിക ലോകത്ത് വമ്പിച്ച പുരോഗതിയും കുതിപ്പും ഉള്ള ഒരു ജീവിതക്രമം സുസാധ്യമാകണമെങ്കിൽ അറിവിന്റെ മഹാപ്രപഞ്ചത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കണം. മറ്റ് ജീവജാലങ്ങൾക്ക് പുരോഗതിയില്ല. പണ്ട് ആടുകൾ എങ്ങനെയാണോ നടന്നത് അങ്ങനെ തന്നെ ഇന്നും ആട് നടക്കുന്നത്. ഒരു ട്രൗസർ പോലും അടുപ്പിച്ച് ധരിക്കാൻ അവർ പുരോഗതി കൈവരിച്ചിട്ടില്ല. പണ്ട് കാക്ക ഏത് കമ്പ് ഉപയോഗിച്ചാണോ കൂടുണ്ടാക്കിയത് അതേ കമ്പും ചുള്ളിയും ഉപയോഗിച്ച കാക്ക കൂടുണ്ടാക്കുന്നത്. മാറ്റം വന്നോ? ഇല്ല. കുരുവികൾ പണ്ടുണ്ടാക്കിയ അതേ കൂട് ആവർത്തിക്കുകയാണ്. എന്നാൽ മനുഷ്യരുടെ ജീവിതം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. പഴയ കാലത്തെ വീടാണോ ഇന്നത്തെ വീട്? പഴയ കാലത്തെ വാഹനമാണോ ഇന്നത്തെ വാഹനം? പണ്ടത്തെ വസ്ത്രമാണോ ഇന്നത്തെ വസ്ത്രം? ഈ പുരോഗതി എങ്ങനെ ഉണ്ടായതാണ്? നമ്മുടെ അറിവനുഭവങ്ങളെയും പഠനാന്വേഷണങ്ങളെയും നമ്മൾ ചേർത്തു പിടിച്ചപ്പോൾ ഉണ്ടായ പുരോഗതിയാണ്. ആ രീതിയിലുള്ള പുരോഗതിയും അറിവും മനുഷ്യൻ നേടുമ്പോൾ അതാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വലിയ ബഹുമാനവും ആദരവുമുള്ളവനാക്കി തീർക്കുന്നത്. വലഖദ് കറംനാ ബനി ആദമ ഫഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. പടച്ച തമ്പുരാൻ പറഞ്ഞു, മനുഷ്യവംശത്തെ തന്നെ ഞാൻ ആദരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ അല്ലാഹു വലിയ ബഹുമാനം കൊടുത്തു. ആ ബഹുമാനം ആദ്യമായി അല്ലാഹു തആല പരസ്യമായി പ്രകടിപ്പിച്ച ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. നമ്മുടെ വല്യുപ്പ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ അറിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അത് ലദുന്നിയായ ഇൽമാണ്, അധ്വാനിച്ചു പഠിച്ച അറിവല്ല. ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാ വിഷയങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലായിക്കത്ത് എന്ന് പറയുന്ന വാനലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയും ഉണ്ട്. അവരുടെ മുന്നിൽ ആദം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവന്ന് ആദ്യമായി മലക്കുകളോടും ഇബ്ലീസിനോടും അല്ലാഹു തആല പല വസ്തുക്കളെയും കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ലതും പറയാനറിയോ? അവര് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പഠിച്ചവനെ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാത്ത ഒരു വിവരവും ഞങ്ങളെ കയ്യിലില്ല. ഈ വസ്തുക്കളെ കുറിച്ച് ഒരു കാര്യവും ഞങ്ങൾക്കറിയില്ല. അവരുടെ അറിവില്ലായ്മ പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് അതേ വസ്തുക്കളെ കാണിച്ച് ഇവരെ മുന്നിൽ വെച്ച് അള്ളാഹു അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവയെ സംബന്ധിച്ചുള്ള ശരിയായ വിവരം അവിടെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആദം നബി വലിയ അറിവുള്ള ആളാണ് എന്ന് മലക്കുകളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു പാഠമുണ്ടതെന്താ? വിവരമുള്ളവരെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കണം, നിങ്ങൾ സുജൂദ് ചെയ്ത് അവിടത്തെ ആദരിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. മലക്കുകളല്ലേ, ലാ യഅസൂനല്ലാഹ മാ അമറഹും, പടച്ചവൻ എന്ത് കൽപ്പിച്ചാലും അതിന് എതിര് ചെയ്യാത്ത മലക്കുകൾ എന്ത് ചെയ്തു? എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് അതിന് സന്നദ്ധനായില്ല. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിച്ചു, അഹങ്കരിച്ചു, അറിവുള്ളവനെ ആദരിക്കാൻ തയ്യാറായില്ല. ഇബ്ലീസ് എന്തു പറഞ്ഞു? അന ഖൈറും മിൻഹു. വിവരൊക്കെ മൂപ്പർക്കാണ് കൂടുതലെങ്കിലും ഞാനാണ് അയാളെക്കാൾ ഖൈറായ ആള്. കാരണം അദ്ദേഹം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആളാ, ഞാൻ തീ കൊണ്ട് പടക്കപ്പെട്ട ആളാ. തീ എപ്പോഴും മേലെ നിൽക്കേണ്ടതാ, മണ്ണ് അടിയിലാ വേണ്ടത്. അതുകൊണ്ട്
മണ്ണുകൊണ്ട് പടച്ച ഒരാളെ മുമ്പിൽ ഞാൻ തലകുനിക്കൂല, അറിവുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആദരിക്കൂല എന്ന അർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കാൻ തയ്യാറാകാതെ ഇബ്ലീസ് മാറി നിന്നു. വിവരമുള്ള ആദം നബി അലൈഹി സ്വലാമിനെ മലക്കുകൾ ബഹുമാനിച്ചു. നമുക്കല്ലാഹു വലിയ പാഠം നമ്മളെ വല്യുപ്പ ജനിച്ച അന്ന് തന്നെ തരികയാണ് ഈ പാഠം. എന്താണ് ആ പാഠം? മനുഷ്യന്റെ എല്ലാ ബഹുമാനത്തിന്റെയും മാനദണ്ഡം അറിവാണ്, വിവരമാണ്. ആ അറിവുള്ളവൻ ആദരിക്കപ്പെടും, ആദരിക്കപ്പെടണം. അറിവുള്ളവനെ ബഹുമാനിക്കാൻ തയ്യാറാകണം. അതാണ് മലക്കുകൾ ചെയ്തിട്ടുള്ളത്. അവര് വിജയിച്ചു. അതേ സമയത്ത് ധിക്കരിച്ച ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോ അറിവ് തീരെ ഇല്ലാത്ത ആളല്ല, മലക്കുകളുടെ ഗുരുവാണ്. ഇബാദത്ത് കുറഞ്ഞ ആളല്ല. ആകാശഭൂമിയിൽ അയാൾ സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ലത്രേ. അത്രയും ഇബാദത്തും വിവരവുമുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെക്കാൾ അറിവുള്ള ഒരാളെ ബഹുമാനിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അയാൾക്ക് വന്നുപെട്ട പതനം എന്താണ്? ഈ രണ്ട് പാഠങ്ങളും അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് നമ്മളെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഖുർആൻ 1, 2, 3 വട്ടല്ല പറഞ്ഞത്. ഈ ചരിത്രം ആവർത്തിച്ച് പറയണത് എന്തിനാ? അറിവിന് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതയും മഹത്വവും, വിവരമുള്ളവർക്ക് കൊടുക്കുന്ന ആദരവും ബഹുമാനവും, അവരെ ആദരിക്കുന്നവർക്കുള്ള ബഹുമാനവും, അവരെ അവഗണിക്കുന്നവർക്ക് വരാൻ പോകുന്ന പതനവും, ഇത് മനുഷ്യൻ ഇടക്കിടക്ക് ഖുർആൻ ഇങ്ങനെ ഖത്തം തീർക്കുന്ന ആൾക്കാര് പുട്ടില് തേങ്ങട്ട് നമ്മൾ പറഞ്ഞ മാതിരി ഇടക്കിടക്ക് ഈ ചരിത്രം ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ മറക്കാൻ പറ്റാത്തൊരു ചരിത്രമായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ അറിവ് പഠിച്ചെടുക്കേണ്ടവനാണ്. അത് നേടിയെടുക്കുന്നവർക്ക് ചെറിയ ബഹുമാനമല്ല ഇസ്ലാം കൊടുക്കുന്നത്. മനുഷ്യന്റെ എല്ലാ ബഹുമാനത്തിന്റെയും യഥാർത്ഥ മാനദണ്ഡം വിവരമാണ്. ആ അറിവിൽ നിന്നാണ് തഖ്വ ഉണ്ടാകുക. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിക്കൽ അറിവുള്ളവർ മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ശരിയായ അറിവ് നേടി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായ ആളുകൾ. ആ ഒരു ഗണത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുപോകാനാണ് പഠനം എന്ന് പറയുന്ന സംവിധാനത്തെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഓർത്തു നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണല്ലോ അല്ലാഹു നമ്മളോട് സംബോധന ചെയ്യുന്നത്. അത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സൂക്തം തന്നെ എന്തായിരുന്നു? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, നിങ്ങൾ വായിക്കൂ. വായന എന്ന് പറയുന്നത് പഠനത്തിന്റെ കവാടമാണ്. ആ വാതിൽ തുറന്ന് അങ്ങോട്ട് കടന്നാലല്ലാതെ നമുക്ക് വിവരം നേടാൻ കഴിയില്ല. വായിക്കാതെ ആർക്കും ശരിയായ അറിവ് നേടാൻ പറ്റൂല. വായിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ ഇറങ്ങിയ ഒരേ ഒരു വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ അല്ലാഹു തആല അവിടെ എന്തു വായിക്കണം എന്ന് പറഞ്ഞില്ല. ഇഖ്റ, നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു. എന്തു വായിക്കണം, ഏത് പുസ്തകം വായിക്കണം, ഇത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? വായിക്കേണ്ടത് ഏതെങ്കിലും ഒരു പുസ്തകം മാത്രമല്ല, ഈ പ്രപഞ്ചമാകുന്ന പുസ്തകമാണ്. അത് നമ്മളെ മുമ്പിൽ മലർക്ക തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരികളെ പറ്റിയും, ഓരോ ചെടികളെ കുറിച്ചും, ഓരോ ജീവജാലങ്ങളെ പറ്റിയും മനുഷ്യൻ വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം. ഇങ്ങനെ പഠിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം തന്നെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ പഠനത്തിലേക്കും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസലിൻ. എല്ലാ വിഷയങ്ങളുടെയും ഒരു മോഡൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്.
എല്ലാത്തിൻ്റെ ഒരു മോഡൽ അത് ഖുർആനിൽ നമുക്ക് കണ്ടെത്താനും കഴിയും. അങ്ങനെ ആ പരിശുദ്ധ ഖുർആൻ അന്വേഷണത്തെയും പഠനത്തെയും മനനത്തെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും അറിവുള്ളവർക്ക് ആദരവുണ്ടെന്നും അവരെ ബഹുമാനിക്കുന്നവർക്ക് പരിഗണനയുണ്ടെന്നും വിവരം ഉണ്ടായിട്ടും അവനേക്കാൾ അറിവുള്ളവനെ ആദരിക്കാൻ തയ്യാറാകാത്തവർക്ക് വലിയ പതനമുണ്ടെന്നും നമ്മളെ പഠിപ്പിച്ച അല്ലാഹുവും റസൂലും അറിവിന്റെ മാർഗത്തിലേക്ക് പോകുന്നവർക്ക് വലിയ വലിയ ഓഫറുകളാ തന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൗതിക വിജ്ഞാനം, ആത്മീയ വിജ്ഞാനം എന്നീ വേർതിരിവ് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം നമുക്ക് എല്ലാ അറിവും ഒരർത്ഥത്തിൽ മതപരമായ അറിവ് തന്നെയാണ്. കണക്ക് പിടിക്കണ്ടേ? അനന്തരാവകാശ സ്വത്ത് ഓരി വെക്കണമെങ്കിൽ അത് വേണ്ടേ? കച്ചവടം നടത്തണമെങ്കിൽ കണക്ക് വേണ്ടേ? സക്കാത്ത് കൊടുക്കണമെങ്കിൽ കണക്ക് പഠിക്കണ്ടേ? ഗോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് നോമ്പെടുക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും ജുമയും മറ്റ് നിസ്കാരങ്ങളും നിർവഹിക്കാനും പറ്റുള്ളൂ. അതൊക്കെ മതപരം തന്നെയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഒരു നാട്ടിൽ ഒരു എഞ്ചിനീയർ ഉണ്ടാകുക ഫർള് കിഫായാണ്. കാരണം നമുക്ക് പള്ളി ഉണ്ടാക്കണമെങ്കിൽ പരിശുദ്ധ കഅബയുടെ ദിശ തിരിച്ചു തരണ്ടേ? അതിനെ സംബന്ധിച്ച് വിവരമുള്ള ആളുണ്ടാവണം ഒരു നാട്ടിൽ. രോഗം വന്നാൽ ചികിത്സിക്കാൻ അറിയുന്ന ഡോക്ടർ ഒരു നാട്ടിലുണ്ടാകൽ ഫർള് കിഫയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ വിജ്ഞാന ശാഖകളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യർക്ക് ഉപദ്രവം മാത്രമുണ്ടാക്കുന്നതിനെ ഇസ്ലാം നിരോധിക്കുകയോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യം പോലുള്ള സംഗതി ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ വിവരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് കാര്യമായി ഗുണങ്ങളൊന്നുമില്ല. അപ്പോ അറിവ് എന്ന് പറയുന്നത് വിശാലമായൊരു ലോകമാണ്. അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ അവർക്ക് അല്ലാഹു തആല വമ്പിച്ച പ്രതിഫലം പറയുന്നുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. അല്ലാഹു പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാരാണ്? പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നതാണ്, ഏത് വിവരം നമുക്ക് കിട്ടിയാലും അതിലൊക്കെ ഖൈറായ അറിവ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ആ ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ആകത്തുകയാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അതിന്റെ അനുബന്ധങ്ങളാണ് മറ്റു മതകീയ വിജ്ഞാനത്തിന്റെ ഇതര ഫന്നുകൾ. ഇതെല്ലാം പഠിക്കുക എന്നതാണ് നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല അറിവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ സൗഭാഗ്യം കിട്ടുന്നവർ ചില്ലറക്കാരല്ല. ആ അറിവ് നേടാൻ ഒരാൾ മുന്നോട്ട് വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ തഅല്ലമ മൻ തഫഖഹ ഫീ ദീനില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ മതം പഠിക്കാൻ ഒരാൾ സന്നദ്ധനായാൽ എന്താണ് അവൻ അല്ലാഹു കൊടുക്കുന്ന നേട്ടം? കഫാഹുല്ലാഹു മാ ഹമ്മ. അവനെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും അല്ലാഹു മതിയാക്കി കൊടുക്കും. അവന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന്റെ ജീവിതോപാധികളെല്ലാം അവിചാരിതമായ വഴിയിലൂടെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. ഞാനിവിടെ വന്നപ്പോൾ ഉസ്താദിനോട് ദർസിനെ പറ്റി ചോദിച്ചപ്പം പറഞ്ഞു, ഭൂരിഭാഗം കുട്ടികളും നാട്ടുകാരായ കുട്ടികളാണ്. വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് മക്കളെ. അവരെ ഉപ്പമാർ മഹാഭാഗ്യവാന്മാരാണ്. നമ്മളെ മുതഅല്ലിമീങ്ങളായി നാട്ടിൽ തന്നെ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ തൗഫീഖല്ല. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. പിന്നെ അള്ളാന്റെ റസൂൽ ഓഫർ ചെയ്യാണ്, ദീന് പഠിക്കാൻ വന്നോ കഫാഹുല്ലാഹു മാ ഹമ്മ. പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ എടുക്കുന്നത്? നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന അലട്ടുന്ന എല്ലാത്തിനും അള്ളാഹ് പരിഹാരം ഉണ്ടാക്കും. ഇനി അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വരുമ്പം
അവരും നിങ്ങളും വിചാരിക്കാത്ത വഴിക്ക് അതൊക്കെ അള്ളാഹു പൂർത്തിയാക്കിക്കൊടുക്കും. പഠിക്കാനുള്ള ഫണ്ട് അത് അവർക്ക് കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ അവർക്ക് വിവാഹം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആരും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. അവർക്കൊരു വീടുണ്ടാക്കേണ്ട ഘട്ടം വരുമ്പം അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും. വാഹനം വാങ്ങേണ്ട ഘട്ടം വരുമ്പോൾ അള്ളാഹു വാഹനം സംഘടിപ്പിച്ചു കൊടുക്കും. ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിയവൻ ആ വിഷയത്തിൽ പിന്നെ പേടിക്കണ്ട. ഇഖ്ലാസോടുകൂടെ മതം പഠിക്കുക, അത് പഠിപ്പിക്കുക. ഇതിനു വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇത് ഉറച്ച് വിശ്വസിച്ച് വേണം മുത്തഅല്ലിമീങ്ങൾ പ്രവർത്തിക്കാൻ. ഒരിക്കലും നിങ്ങൾ താരതമ്യപ്പെടുത്താൻ നോക്കണ്ട. വേറൊരു മാർഗത്തിൽ പഠിച്ചവന് അത്ര ശമ്പളം ഇത്ര ശമ്പളം, എനിക്ക് എന്താ ശമ്പളം എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട. അള്ളാഹിന്റെ റസൂലിന്റെ ഓഫറാണ്. നിങ്ങളെ ജീവിതോപാധികളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരും. അതിന്റെ പേരിൽ ഭയപ്പെടണ്ട. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, എൻ്റെ സഹോദരനെ അങ്ങൊന്ന് ഉപദേശിക്കണം, എൻ്റെ അനുജനെ. നബി തങ്ങൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം എപ്പോഴും അവിടുത്തെ ദർസിൽ വന്നിരിക്കും, എപ്പോഴും ദർസിലാണ്, പണിക്ക് പോണില്ല. അതാ ഉപദേശിക്കേണ്ടത്. എപ്പോഴും ദർസിൽ വന്നിരുന്നാ പറ്റൂല, അവനോട് പണിക്ക് പോകാൻ വേണ്ടി അവിടുന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഗൗരവത്തിലാ പ്രതികരിച്ചത്. എന്താ പ്രതികരിച്ചത്? ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് അല്ലാഹ് ആഹാരം തരുന്നത് അവനിവിടെ പള്ളിയിൽ ദർസിൽ വരുന്നതിന്റെ ബർക്കത്ത് കൊണ്ടാ. അറിയോ നിനക്ക്? അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മളെ കുടുംബത്തിൽ ഒരു മുത്തഅല്ലിം ഉണ്ടായാൽ അതിന്റെ ബർക്കത്ത് ആർക്കൊക്കെ കിട്ടുകയെന്ന് പറയാൻ പറ്റൂല. നല്ല മനസ്സുള്ള എല്ലാവർക്കും കിട്ടും. ചില ആൾക്കാരുണ്ടാവും, കുടുംബത്തിൽ ഒരുത്തൻ ഓതാൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ വയ്യാലെ കൂടി എനിക്കെന്താ ശമ്പളം കിട്ടുക, മദ്രസ നിന്നാൽ എന്താ കിട്ടുക, മറ്റെന്താ കിട്ടുക എന്ന് ചോനെ പിന്തിരിപ്പിക്കണേ. അവനിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, നല്ല മോട്ടിവേഷൻ കൊടുക്കണം. അവരെ നമ്മളെ വാപ്പാന്റെ ആണ്ടിന്റെ ദിവസം അവനെ കൊണ്ട് ദ്വാരിപ്പിക്കണം. റമളാനിലൊക്കെ അവസരം കിട്ടുമ്പോൾ ഇമാമത്ത് നിർത്തണം. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ ദ്വാ സംഘടിപ്പിക്കുമ്പോൾ അവനെ മുന്നിൽ നിർത്തണം. അങ്ങനെ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അറിവിന്റെ ആത്മീയമായ വിവരം നേടുന്നതിൽ അവർക്ക് പിന്തുണ കൊടുത്താൽ അതിന്റെ പുണ്യവും ബർക്കത്തും നമ്മളെ നാടിനും നമ്മളെ കുടുംബങ്ങൾക്കും ഒക്കെ ലഭിക്കും. ആ രീതിയിലുള്ള അറിവ് നമ്മൾ ധാരാളം നേടണം. പഠനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ജനനം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു പദ്ധതിയാണ്. അതിനൊരു പ്രായം എന്ന് പറയാനില്ല. പക്ഷേ പ്രായത്തിൻ്റെയും ശാരീരികവും മാനസികവുമായ വളർച്ചയുടെയും തോത് മനസ്സിലാക്കിയാണ് നമ്മൾ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത്. അതിന് കൃത്യമായ നിർദ്ദേശം മതത്തിലുണ്ട്.